ഇവർ വിചാരിച്ചിരിക്കുന്ന വെള്ളം ഒഴുകി വരുമെന്നാണ്. 850 മീറ്റർ ഉയരത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാം തകർന്നാൽ 130 വർഷത്തെ ചെളി സിൽട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. ഡാമിൻ്റെ അവശിഷ്ടങ്ങളുണ്ടാവും, വലിയ കല്ലുകൾ. പിന്നെ തൊട്ട് മുമ്പിൽ ഈ ഡാം തകർന്നാൽ അത് വലിയൊരു എനർജിയാണ്. ഡാമിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് 15 TMC വെള്ളം കെട്ടി നിർത്തിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് ഒരു 8ാം ക്ലാസ്സിലെ കുട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയും. അത് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ 180 ടൈംസ് ആണ്. ഓഗസ്റ്റ് പേടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസത്തിൽ പെയ്ത മഴയെല്ലാം ഫോറസ്റ്റ് വലിച്ചിട്ട് സ്പോഞ്ച് കണക്കെ വലിച്ചിടണം. ഇനി ഒരു തുള്ളി വെള്ളം ഫോറസ്റ്റിൽ വന്നാൽ അത് ഒഴുകി ഡാമിൽ വരും. അങ്ങനെ വന്നാൽ എറണാകുളത്തിൻ്റെ സ്ഥിതി, നമ്മൾ ഉണ്ടാക്കി വെച്ച സകലതും പോയി, നമ്മുടെ ജീവനും പോയി. ഇപ്പം മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നമ്മൾ കണ്ടില്ലേ, അവിടെ അങ്ങനെ ഒരു നാടുണ്ടായിരുന്നോ എന്ന് പോലും ഇപ്പോൾ നോക്കിയാൽ കാണില്ല. മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായോ ജനങ്ങളെ അറിയിക്കാനായിട്ട്? ഉണ്ടായോ? ആനകൾ ഇറങ്ങി. വരാൻ പോകുന്ന ദുരന്തം ആനകൾ അറിഞ്ഞിട്ട് ആനകൾ കാട് വിട്ട് ഓടി. ഈ ക്രൂഡ് ഓയിൽ വെള്ളത്തിൽ വന്നാൽ അത് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതാണ്, പാട പോലെ. കത്ത് പിടിച്ചാലോ ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കത്തും. ലക്ഷദ്വീപ് ഉണ്ടാവും, ശ്രീലങ്ക ഉണ്ടാവും. ഇത് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഭാവനയിൽ നിൽക്കാത്ത ഒരു ട്രാജഡി ആവും. നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ, നമ്മൾ രാഷ്ട്രീയം കൊണ്ട് ആലോചിച്ചാൽ കുഴപ്പമില്ല, നമ്മൾ മതം കൊണ്ട് ആലോചിച്ചാലും കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല. അതാണല്ലോ ഇവിടെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം ഒന്നും സംഭവിക്കില്ല എന്ന്. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയം കൊണ്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മതം കൊണ്ട് ചിന്തിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. നമ്മുടെ ഭാവനയിൽ നിൽക്കാത്ത അത്യാഹിതമായിരിക്കും വരുന്നത്. ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിൻ്റെ നടുക്കത്തിലാണ് നമ്മളിപ്പോൾ കേരളത്തിലെല്ലാവരും ഉള്ളത്. ആ ഒരു സമയത്ത് പൊങ്ങി വരുന്നൊരു ചർച്ച തന്നെയാണ് മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂ. അഡ്വക്കേറ്റ് റസൽ ജോയ് സാറാണ് എൻ്റെ കൂടെയുള്ളത്, പ്രസിഡന്റ് ഓഫ് സേവ് കേരള ബ്രിഗേഡ്. സോ വെൽക്കം ടു ദ ഷോ. മലയാളികൾക്ക് എപ്പോഴും ഉള്ള ഒരു ഭയം, നമ്മൾ സിറ്റിസൺസിനുള്ള ഒരു ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൊട്ടിയാൽ നമ്മളിനി എന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ വെറുതെ തമാശക്കാണെങ്കിലും പറയും 1 മണിക്കൂർ എടുക്കും കൊച്ചിയിൽ വരെ എത്താൻ, നമുക്ക് അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ രക്ഷപ്പെടാം എന്നൊക്കെ പറയും. അതിൻ്റെ ഇപ്പം ചിലർ നോക്കിക്കഴിഞ്ഞാൽ ഒരു റൂട്ട് കാണിക്കും, ഇന്ന റൂട്ടിൽ കൂടിയായിരിക്കും വെള്ളം വരാൻ പോകുന്നത്, ഓവർഫ്ലോ ചെയ്താലും അതൊക്കെ എത്രത്തോളം സാധ്യമാണ് ശരിക്കും? 40 മിനിറ്റിനുള്ളിൽ ഇന്നടുത്ത് ഇടുക്കി ഡാം വരെ എത്തുന്നു, 1.5 മണിക്കൂറിനുള്ളിൽ കൊച്ചി. അതെല്ലാം എത്രത്തോളം പ്രാക്ടിക്കലാണ് ശരിക്കും ആളുകൾക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ? ഇങ്ങനെ പറയുന്നതിനൊന്നും ഒരു ശാസ്ത്രീയമായ അടിസ്ഥാനമില്ല. ഇവർ വിചാരിച്ചിരിക്കുന്ന വെള്ളം ഒഴുകി വരുമെന്നാണ്. 850 മീറ്റർ ഉയരത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാം തകർന്നാൽ 130 വർഷത്തെ ചെളി സിൽട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. ഡാമിൻ്റെ അവശിഷ്ടങ്ങളുണ്ടാവും, വലിയ കല്ലുകൾ. പിന്നെ തൊട്ട് മുമ്പിൽ ഈ ഡാം തകർന്നാൽ അത് വലിയൊരു എനർജിയാണ്. ഡാമിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് 15 TMC വെള്ളം കെട്ടി നിർത്തിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് ഒരു 8ാം ക്ലാസ്സിലെ കുട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയും. അത് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ 180 ടൈംസ് ആണ്. അത്ര പ്രഹരശേഷി, കൈനറ്റിക് എനർജി ആയാലും ഡാം തകർന്നാൽ പിന്നെ അത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആവും. എനർജിയെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം വലിയൊരു എനർജിയാണ് പുറത്തേക്ക് ബഹിർഗമിക്കുന്നത്. ആ എനർജി മുമ്പിലുള്ള സകലതിനെയും തകർക്കും. മലകളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും സകലതും തകർക്കും. ഇത് ഒഴുകി വരാമല്ലോ, 850 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് നിപതിക്കുക ചെയ്യുന്നത്, വീഴുക. അത് മുമ്പിലുള്ള സകലതിനെയും നശിപ്പിക്കും. അതെല്ലാം ക്യാരി ചെയ്തുകൊണ്ടാണ് താഴേക്ക് വരുന്നത്, വെള്ളം ഒഴുകി വരുന്നതല്ല. അപ്പോൾ അതിലേക്ക് ഒരു കല്ല് ജോയിൻ ചെയ്താൽ അത് മൾട്ടിപ്ലൈ ചെയ്യും അതിൻ്റെ പ്രഹരശേഷി. എന്ത് കൂടെ കൂട്ടുന്നോ, മനുഷ്യ ശരീരമായാലും ആനയുടെ ജഡമായാലും കെട്ടിടങ്ങളായാലും വണ്ടിയായാലും മലകളായാലും മരങ്ങളായാലും അതിൻ്റെ പ്രഹരശേഷി ആ വഴിയിൽ കൂടുകയാണ്. അത് ഇടുക്കിയിലെ 3 ഡാമുണ്ട്, ഇടുക്കി ആർച്ച് ഡാം, കുളമാവ്, ചെറുതോണി. ഇതിനെയൊക്കെ നിലനിർത്തുമോ? ചിലർ അങ്ങനെയും പറയും. ഇടുക്കി ഡാം മീൻസ് എനിക്ക് അതെല്ലാം വെറുതെ ഒരു സംസാരമായിരിക്കും, ആശ്വസിക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിൽ പോലും ഇടുക്കി ഡാം ഹോൾഡ് ചെയ്തേക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെറുതെ ആണെങ്കിലും ആൾക്കാർ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, അതൊന്നും ശരിക്കും അങ്ങനെ പറയുന്നതിലൊരു ക്രൂരതയുണ്ട്. ഇനിയിപ്പോൾ ഹോൾഡ് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാമിനും ഇടുക്കി ഡാമിനും ഇടയിലുള്ള 10,000 കണക്കിന് ജനങ്ങളുടെ ജീവന് ഒരു വിലയുമില്ലേ?
എന്തോന്നായി പറയുന്നത്? ജസ്റ്റിസ് കെ ടി തോമസ് അങ്ങനെ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു അറിവ്. ഇടുക്കി ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ക്രൂരതയാണ്! അതിൻ്റെ ഇടയിലുള്ള ആളുകളുടെ ജീവന് വിലയില്ലേ? ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത്, ഹോൾഡ് ചെയ്യണം, ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബുദ്ധിക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. കുളമാവ് ഡാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 40 അടിക്ക് മണ്ണാണ്, മൺതിട്ടയാണ്. 40 അടി തള്ളി പോകുന്നതിന് ഇത്ര വലിയ ഫോഴ്സൊന്നും വേണ്ട. അതുപോലെ ചെറുതോണി ഡാം ഒരു വീക്കസ്റ്റ് ഡാമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇനിയിപ്പോൾ ഇടുക്കി ആർച്ച് ഡാം നിന്നാൽ തന്നെ ചെറുതോണിയും കുളമാവും നിൽക്കില്ല. അപ്പോൾ ബാക്കിയുള്ളിടത്തെല്ലാം ഫ്ലഡഡ് ആവും അപ്പോൾ തന്നെ. നമ്മൾ കണ്ടില്ലേ ഡർണയിൽ, ലിബിയയിൽ 2 TMC വെള്ളം കൊണ്ട് കടലിൽ പോയിട്ട് ഡർണ നഗരത്തെ മൊത്തത്തിൽ വഹിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു വന്ന ഒരു സുനാമിയായിട്ട് 7 നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെയാണ്. 2 TMC വെള്ളമുള്ളൂ. അപ്പോൾ 120 TMC വെള്ളം കൊണ്ട് കടലിൽ പോയാലുള്ള അവസ്ഥ എന്താണ്? ചെളി വന്ന് മൂടൂലേ നമ്മുടെ എയർപോർട്ടിൽ, മെട്രോ, സദേൺ നേവൽ കമാൻഡ്, പിന്നെ സകലതിൻ്റെ റിഫൈനറി, ഇതെല്ലാം തകരില്ലേ? ഏവിയേഷൻ ഫ്യൂവല് 10 മീറ്റർ അകലെ തീ പോയാൽ കയറി പിടിക്കുന്നതാണ്. അതൊക്കെ പുറത്തേക്ക് വന്നാൽ, പിന്നെ ഇൻഫ്ലാമബിൾ ഗ്യാസും ലിക്വിഡും ഒക്കെ കൊണ്ട് ലോറികൾ എത്രണ്ണം പോകുന്നുണ്ട്, അതൊക്കെ തകർന്ന് പുറത്തേക്ക് വന്നാൽ, ബെൻസീനും ഈഥൈനും വിഷവാതകങ്ങളാണ്. അത് ആ ഫാക്ടറികളെല്ലാം തകർന്ന് ആ വിഷവാതകം പുറത്തേക്ക് വന്നാൽ, റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് വന്നാൽ ആർക്കെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? കേരളം മുഴുവനും, തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളും, കർണാടകത്തിലെ അതിർത്തി സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളുമൊക്കെ കുഞ്ഞുങ്ങളടക്കം ഈ വിഷവാതകം ശ്വസിച്ച് വീഴത്തില്ലേ? ഭോപ്പാൽ ട്രാജഡിയേക്കാളും വലിയ ട്രാജഡി ഉണ്ടാവില്ലേ? ഈ ക്രൂഡ് ഓയിൽ വെള്ളത്തിൽ വന്നാൽ അത് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതാണ്, പാട പോലെ. കത്ത് പിടിച്ചാലോ? ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കത്തും. ലക്ഷദ്വീപ് ഉണ്ടാവുമോ? ശ്രീലങ്ക ഉണ്ടാവുമോ? ഇത് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഭാവനയിൽ നിൽക്കാത്ത ഒരു ട്രാജഡി ആവും. നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ, നമ്മൾ രാഷ്ട്രീയം കൊണ്ട് ആലോചിച്ചാൽ കുഴപ്പമില്ല, നമ്മൾ മതം കൊണ്ട് ആലോചിച്ചാലും കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല. അതാണല്ലോ ഇവിടെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഒന്നും സംഭവിക്കില്ല എന്ന്. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയം കൊണ്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മതം കൊണ്ട് ചിന്തിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. നമ്മുടെ ഭാവനയിൽ നിൽക്കാത്ത അത്യാഹിതമായിരിക്കും വരുന്നത്. ഇതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് മനസ്സിലാവുക? സാർ പറഞ്ഞു വരുന്നത് നമ്മളൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആവണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എക്സാക്ട്ലി. അപ്പോൾ ആ റെസ്പോൺസിബിൾ സിറ്റിസൺ ആവണം എന്നുള്ളതിൻ്റെ നമ്മൾ എവിടെയോ നമ്മൾക്കൊരു ഫെയിലിയർ പറ്റിയതിൻ്റെ ഒക്കെ തന്നെയല്ലേ ഈ ഒരു ഉരുൾപൊട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നത്. അതായത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംവെയർ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞു വരുന്നത്. ഇനിയും കേരളത്തിൽ അങ്ങനെയെല്ലാം ഉടനീളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉണ്ട്. ഈ ഓഗസ്റ്റ് പേടിക്കണം. ഇതിപ്പം ഓഗസ്റ്റിലേക്കായല്ലോ നമ്മൾ. ഈ ഓഗസ്റ്റ് പേടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസത്തിൽ പെയ്ത മഴയെല്ലാം ഫോറസ്റ്റ് വലിച്ചിട്ട് സ്പോഞ്ച് കണക്കെ വലിച്ചിട്ടുണ്ട്. ഇനി ഒരു തുള്ളി വെള്ളം ഫോറസ്റ്റിൽ വന്നാൽ അത് ഒഴുകി ഡാമിൽ വരും, നദിയിൽ വരും. പിന്നെ അതിൻ്റെ കൂടെ മേഘവിസ്ഫോടനമുണ്ട്, ക്ലൗഡ് ബേസ്റ്റിംഗ്. അപ്പോൾ ക്ലൗഡ് ബേസ്റ്റിംഗ് ഉണ്ട്, പെരുമഴയുണ്ട്, അതിൻ്റെ കൂടെ ഭൂകമ്പമുണ്ട്. 2012 തുടങ്ങിയ ഭൂകമ്പമാണ്. റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം തുടങ്ങി. അത് 2 കോടി 2.4 2.5 2.25 എന്നിങ്ങനെ കൂടി വന്ന് 3.4 ഫിനിഷ് ചെയ്തിരിക്കും. അവിടെ നിൽക്കും ഇത്. കാരണം എന്ന് വെച്ചാൽ 84 ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കും. നിങ്ങൾ ചിന്തിക്കണം, 84 ഡാംസ് എന്ന് വെച്ചാൽ ഒരു ഡാം മാത്രം ചിന്തിക്കും തൽക്കാലം. മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ് എന്ന് ആദ്യമായി പറഞ്ഞത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. അന്ന് 1964 ഡോക്ടർ KC തോമസ് അതിൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ്, ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യണം. 1964. അപ്പോൾ 60 വർഷമായി. ഈ 60 വർഷത്തിൽ കേരളം പലരും ഭരിച്ചു, പക്ഷെ മുല്ലപ്പെരിയാർ ഡാം അവിടെ തന്നെ ഉണ്ട്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ തകർച്ചയിലാണെന്ന് പറഞ്ഞ ഒരു ഡാം അവിടെയുണ്ട്. അപ്പം അതിൻ്റെ റീസണായിട്ട് പറയുന്നത് റിപ്പയർ ചെയ്തു എന്നാണ്. അതെല്ലായിടത്തും പറയുന്ന ഒരു പോയിന്റ്.
ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. വെള്ളത്തിലെങ്ങനെ റിപ്പയർ ചെയ്യാനാണ്? ഒരു കുറ്റമറ്റ ഒരു ഫ്ലോലെസ് സാങ്കേതിക വിദ്യയില്ല. പിന്നെ ചെയ്ത കാര്യങ്ങൾ ഒന്ന് അവലോകനം ചെയ്യുന്നത് നല്ലതാണ്. കേബിൾ ആങ്കറിങ് എന്ന് വെച്ചാൽ അണക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് ബേസ് വരെ തുരന്നിട്ട് കമ്പി ഇറക്കി കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അത് നടക്കുമോ? കാരണം ഇത് 100 വർഷത്തിലേറെ പഴക്കം. സുർക്കി കൊണ്ട് നിർമ്മിച്ചത്. സുർക്കി എന്താണെന്ന് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത എൻജിനീയർ പെനിക്കോക്കിൻ്റെ അസിസ്റ്റൻ്റ് ഡാം മാനുവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ചുണ്ണാമ്പും മണലും ഒരു പ്രത്യേക ഊഷ്മാവിൽ വെള്ളവുമായി ചേർത്ത് ഉരുക്കി ഒഴിക്കുന്ന സംഭവമാണ്. അപ്പോൾ ലൈമിനൊരു പ്രത്യേകതയുണ്ട്. അത് വെള്ളവുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ റിയാക്ട് ചെയ്യും, കാർബോണിക് ആസിഡ് ഉണ്ടാവും. അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഈ സുർക്കി മുഴുവനും ഒലിച്ചു പോയി അതോടൊപ്പം തന്നെ വെള്ളവുമായിട്ട് പ്രവർത്തിച്ച് കാർബോണിക് ആസിഡായി ഡാമിൻ്റെ ഭിത്തികളെ ദ്രവിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഡാമിൻ്റെ ഉള്ളു മുഴുവനും പൊള്ളയാണ് പലയിടത്തും. ഇത് സുപ്രീം കോടതി നിയമിച്ച എംപവേർഡ് കമ്മിറ്റി, പിന്നെ അതിൻ്റെ അടിയിൽ സൂപ്പർവൈസറി കമ്മിറ്റി, അതിൻ്റെ അടിയിൽ സബ് കമ്മിറ്റി ഉണ്ട്. സബ് കമ്മിറ്റിയിലെ ഒരു എഞ്ചിനീയർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ലോറി ഈ പൊള്ളയായ ഭാഗത്ത് കയറ്റി നിർത്താം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത്രയും പൊള്ളയായിട്ടുള്ള ഒരു ഡാമിൻ്റെ ബേസ് വരെ തുരന്ന് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കേബിൾ ആങ്കറിങ് നടത്തുക എന്ന് പറഞ്ഞാൽ ഡാം അന്നേരം തന്നെ വീഴും. അതാണ് സംഭവം. അപ്പം അന്ന് ഒരു 25 വർഷം മുമ്പ് ഇത് ചെയ്യുമ്പോൾ 90 ലക്ഷം രൂപ എന്നോട് ആ കോൺട്രാക്ടർ പറഞ്ഞത്, കോൺട്രാക്ടറുടെ സൺ പറഞ്ഞത് അത് 10 ലക്ഷം രൂപയ്ക്ക് തീർത്ത് 90 ലക്ഷത്തിൻ്റെ കണക്കുണ്ടാക്കിയതാണ്. കുറ്റബോധം കൊണ്ട് കുമ്പസാരിച്ചതാണ്. അപ്പം അത് ഇപ്പോൾ ഒരു കൃത്യമായ അകലത്തിലാണ് ഈ കോൺക്രീറ്റ് ആങ്കറിങ് കേബിൾ ആങ്കറിങ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഭാഗം പഴയത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതൊരു ഫ്ലോലെസ് റിപ്പയർ അല്ല. പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഡാമിൻ്റെ വെയിറ്റ് കൂട്ടാൻ ആയിട്ട് മുകളിൽ ത്രൂ ഔട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്തു എന്നുള്ളതാണ്. അത് സയൻറ്റിഫിക്കലി ശരിയാണ്. വെയിറ്റ് കൂടുമ്പോൾ മറിയാനുള്ള സാധ്യത കുറയും. ഇപ്പോൾ ഈ കടലാസ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫാൻ കറങ്ങി അത് പറന്നു പോകും. ഒരു കല്ലെടുത്ത് വെച്ചാൽ, ഒരു വെയിറ്റ് എടുത്ത് വെച്ചാൽ അതവിടെ തന്നെ ഇരിക്കും. സംഭവം ശരിയാണ്, സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി കൂടും, ഡാമിൻ്റെ ശക്തി കൂടും. പക്ഷേ പൊള്ളയാണെന്നുള്ള കാര്യം ഒരു വിസ്മരിച്ചു. അതുകൊണ്ട് ഈ വെയിറ്റ് കൂടിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡാം താഴേക്ക് ഇരുന്ന് വളഞ്ഞ് ഒടിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കി അറിയാം ഡാം വളഞ്ഞിരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ രീതി, ഈ റിപ്പയർ ചെയ്യാനുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ് ആണ്. അത് നമ്മൾ വീടുകളിലൊക്കെ ഭിത്തിയൊക്കെ കടന്നു പോകുമ്പോൾ സിമെൻറ്റ് തേച്ച് പിടിപ്പിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് എങ്ങനെ ആളുകൾക്ക് മനസ്സിലാവില്ല, പുറമേ നിന്ന് നോക്കിയാൽ ഡാമിൻ്റെ സ്ഥിതി മനസ്സിലാവില്ല. ഡാം നല്ല സുന്ദരമായിട്ടിരിക്കും. 112 അടിയിൽ താഴെ ആരും കണ്ടിട്ടില്ല. അവിടെ വരെ വെള്ളമുണ്ട്. അത് ഏത് വേനൽക്കാലത്ത് 112 അടി വരെ വെള്ളം ഉണ്ടാവും. പിന്നെ അതിൻ്റെ അടിയിൽ എന്താണ് ഡാമിൻ്റെ സ്ഥിതി എന്ന് കണ്ടിട്ടില്ല. അതിൻ്റെ മേലെ ഇങ്ങനെ പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി വയ്ക്കും. ഈ റിപ്പയറിംഗ് ആണ് മുല്ലപ്പെരിയാർ ഡാമിൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡാം ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, വെള്ളത്തിൽ നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് പറയണത് ഡാം സ്ട്രെങ്തൻ ചെയ്തു എന്ന്. മുല്ലപ്പെരിയാർ ഡാം 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തിയിരിക്കും. വെള്ളത്തിന് വെയിറ്റില്ലേ, വെള്ളത്തിന് ഭാരമുണ്ടല്ലോ, താഴേക്ക് മർദ്ദമുണ്ടല്ലോ. ഈ മർദ്ദം താഴെയുള്ള പാറകളുടെ അടുക്ക്, ലെയേഴ്സ് ഓഫ് റോക്സ്, അതിനെ തകർക്കും, അത് തെന്നി മാറും. എല്ലാ ഡാമുകളുടെ അടിയിൽ നിന്നും പാറകൾ തെന്നി മാറിയിട്ട് ഡാമുകളുടെ അടിയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈവൻ തമിഴ്നാട് വരെ പാറകൾ തെന്നി മാറിപ്പോയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ശാസ്ത്രം പറയും. എല്ലാ ഡാമുകളുടെ അടിയിലും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലാണ്, റെഡ് സോണിലാണ്. ഇവിടെ എവിടെ വേണമെങ്കിലും, ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നു, ഈ സമയത്ത് പോലും റിക്ടർ സ്കെയിൽ 7+ വരുന്ന ഒരു ഭൂകമ്പം ഉണ്ടായി കെട്ടിടം അടിഞ്ഞു വീണ് ജീവനോട് അല്ലാതെയോ നമ്മളിതിൻ്റെ അടിയിലാകാം.
കാരണം അതിനുള്ള സാധ്യത ഉണ്ട് കേരളത്തിൽ എന്നാണ് ശാസ്ത്രം പറയുന്നത്. മുല്ലപ്പെരിയാർ ശരിക്കും ഒരു സീസ്മിക് സോണിൽ ആണ്, സിസ്മിക് സോണിലാണ്. എല്ലാ ഡാമും ഇപ്പോൾ സിസ്മിക് സോണിലാണ്. പിന്നെ 1900 ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി കേരളത്തിൽ. അതാണ് ഒരു മേജർ ഭൂകമ്പം കേരളത്തിലുണ്ടായത്. അത് കോയമ്പത്തൂർ ഭൂകമ്പം എന്നറിയപ്പെടുന്നത്. പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ നല്ലേപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഭൂകമ്പം ഉണ്ടായത്. അതിൻ്റെ അലയൊലികൾ ഈ കൊച്ചി വരെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത്രയും വലിയ ബ്രഹ്മാണ്ഡങ്ങളായ ബിൽഡിങ്സ് ഒന്നുമില്ല, ചെറിയ ചെറിയ ബിൽഡിങ്സേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായില്ല. അത് 6 വർഷത്തിനുള്ളിൽ റിപ്പീറ്റ് ചെയ്യുമെന്നാണ് സിസ്മോളജിസ്റ്റുകൾ പറയണേ. അതായത് ഇപ്പോൾ 2024 2030 റിപ്പീറ്റ് ചെയ്യുമെന്നാണ് സിസ്മോളജിസ്റ്റുകൾ പറയണേ. അത് റിപ്പീറ്റ് ചെയ്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കണം. ഇപ്പം തന്നെ കഴിഞ്ഞ മാസം തൃശ്ശൂരും പാലക്കാട്ടും ഭൂകമ്പങ്ങളുണ്ടായി. 3.1 വന്നു. തൃശ്ശൂർ ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു മുഴക്കം വന്നു. കോട്ടയത്തും ഉണ്ടായി. എറണാകുളത്ത് ഒരു എപ്പി സെൻറ്റർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ഞാനിവിടെ ഇരുന്ന് പറയണത് ശരിയല്ല. കാരണം ഇപ്പോൾ സമീപകാല സംഭവങ്ങൾ കൊണ്ട് പേടിച്ചിരിക്കുന്ന ജനം, പേടി വേണം, അത് വേറെ വിഷയം. പക്ഷേ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എറണാകുളത്ത് ഒരു എപ്പി സെൻറ്റർ ഉണ്ട്. എറണാകുളത്ത് ആ എപ്പി സെൻറ്ററിൽ ഒരു ഭൂകമ്പം ഉണ്ടായാൽ അത് റിക്ടർ സ്കെയിലിൽ 7+ വരുന്നതായിരിക്കും. അങ്ങനെ വന്നാൽ എറണാകുളത്തിൻ്റെ സ്ഥിതി, നമ്മൾ ഉണ്ടാക്കി വെച്ച സകലതും പോയി, നമ്മുടെ ജീവനും പോയി. ഇപ്പോൾ മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെ നമ്മൾ കണ്ടില്ലേ, അവിടെ അങ്ങനെ ഒരു നാടുണ്ടായിരുന്നോ എന്ന് പോലും ഇപ്പോൾ നോക്കിയാൽ കാണില്ല. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വീട് അങ്ങനെ തന്നെ ചെളിയിൽ പൂണ്ടുപോയി. അതിൻ്റെ ഉള്ളിൽ ആളുകളുണ്ട്. അവർ ജീവനോടെയാണോ അല്ലയോ എന്നറിയില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടമില്ലേ, കൂടെന്ന് പറഞ്ഞാൽ മനസ്സിലായോ, വലിയ ഹാമർ, ഇതാണ് ഇരുമ്പിൻ്റെ കോൺക്രീറ്റ് പൊളിക്കുകയാണ് മുകളിലത്തെ, അത് വെച്ച് അടിച്ചിട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, മെറ്റലേജിൽ സ്റ്റോൺ ഏജ് കഴിഞ്ഞിട്ട് മെറ്റലേജിൽ വന്നപ്പോഴാണ് ഇരുമ്പ് കണ്ടുപിടിച്ച് കൂടൊക്കെ കണ്ടുപിടിച്ച്. എത്ര വർഷം പഴക്കമുണ്ട് ഈ കണ്ടുപിടുത്തത്തിന്? ഒരു 5000 കൊല്ലമെങ്കിലും മിനിമം ഉണ്ടാവും. ആ സാധനം വെച്ചിട്ടാണ് ഈ 2024 കോൺക്രീറ്റ് തകർക്കണത്. ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ. ഇവർക്കൊരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാ? ഒരു ബെയിലി ബ്രിഡ്ജ് ഉണ്ടാക്കിയത് ആർമിയാണ്. അതുവരെ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ 5 ദിവസമായി. 5 ദിവസമായി 350ഓളം പേര് മരിച്ച്, 250 പേരോളം കാണാതെയായി, ആശുപത്രിയിലായ കുറേ ആളുകൾ. എത്ര എണ്ണം മണ്ണിൽ അടിയിൽ കിടക്കുന്നുണ്ടെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. ഇത് 24 മണിക്കൂറിനകം റെസ്ക്യൂ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ജീവനൊക്കെ എന്ത് പ്രാധാന്യം നമ്മുടെ സർക്കാരുകൾ തരുന്നു. ഇതിനെല്ലാം അപ്പുറം ഇവർക്കുള്ള ഉൾഭയം, നാളെ ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അറിയും? അതായത് ഈ നമ്മൾ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ എല്ലാ രീതിയും ഇവർക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു രക്ഷ, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ല. ഇപ്പം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണെങ്കിലും എല്ലാവർക്കും എന്തെങ്കിലും ആസ് ഇൻ നമ്മൾക്ക് തരാൻ എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ? സാറിന്റെ അറിവിൽ എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു പ്രിക്വേഷൻ അവരെടുത്തിട്ടുണ്ടോ നമ്മുടെ നാട്? എനിക്കറിയില്ല, ഞാൻ സാറിനോട് അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായോ ജനങ്ങളെ അറിയിക്കാനായിട്ട്? ഉണ്ടായോ? ആനകൾ അറിഞ്ഞു. വരാൻ പോകുന്ന ദുരന്തം ആനകൾ അറിഞ്ഞിട്ട് ആനകൾ കാട് വിട്ട് ഓടി. എന്നിട്ട് ഓടിയ ആനകളെ തിരിച്ചോടിച്ച് കാട്ടിലേക്കാക്കി. അതാണ് നമ്മൾ ചെയ്തത്. ആനകൾ എന്താണ് കാട് വിട്ട് ഓടുന്നതെന്ന് ചിന്തിക്കാൻ പോലും ഈ ജനത്തിന് ചിന്താശേഷിയില്ല. അവരാണെങ്കിൽ ഒഴുകിപ്പോയും മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നതും കയ്യും കാലും ഒക്കെ കിലോമീറ്റർ അകലത്തിൽ കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ മുല്ലപ്പെരിയാർ ഇവിടെ ഗവൺമെൻറ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന അമ്മുവിനറിയാവോ എന്താണ് റെഡ് അലേർട്ട്? ഒന്ന് പറഞ്ഞേ. മഴ ശക്തിയാകുമ്പോൾ, അതായത് റെഡ് അലേർട്ട് എന്ന് പറയുമ്പോൾ ഹെവി റെയിൻ അല്ലെങ്കിൽ എക്സ്ട്രീം റെയിനിന്റെ സമയത്ത് അങ്ങനെ ഓരോരോ യെല്ലോ, ഓറഞ്ച് ഓരോന്നായിട്ട് പറയുന്നു. മോഡറേറ്റ് റെയിൻ ആണെങ്കിൽ അങ്ങനെ. അതാണ് അമ്മുവിന്റെ ധാരണ. വെതർ കണ്ടീഷൻ എന്ന് പറയുന്നു. റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ അതല്ല. റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ മെഷീനറി റെഡ് അലർട്ട് ആണെന്ന് പത്രപരസ്യം കൊടുത്താൽ പോരാ. അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. പോലീസ്, എക്സൈസ്,
റവന്യൂ സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ നാട് മുഴുക്കെ അനൗൺസ് ചെയ്യണം ഈ പ്രദേശത്ത് റെഡ് അലർട്ടാണെന്ന്. മാത്രമല്ല വീടാന്തരം കയറി നോക്കണം. ആരെങ്കിലും രോഗികളോ അങ്ങനെ നടക്കാൻ കഴിയാത്തവരുണ്ടോ അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കണം. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ വില്ലേജ് ഓഫീസർ തുടങ്ങി ഡിസ്ട്രിക്ട് കളക്ടർ വരെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. സാർ പറയുന്നത് ഇതിന്റെ പ്രോട്ടോകോൾസ് ആണോ പറയുന്നത്? റെഡ് അലർട്ട് അതാണ്. ഓക്കെ. അല്ലാണ്ട് ജനങ്ങൾക്ക് എന്ത് റെഡ് അലർട്ട് എന്ന് അല്ലെങ്കിൽ ഓറഞ്ച് യെല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മനസ്സിലാകാനാണ്? ഒന്നും മനസ്സിലാകില്ല. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് റെഡ് അലർട്ടിൻ്റെ കാര്യങ്ങൾ അവരെ ധരിപ്പിക്കാനും അവരെ രക്ഷപ്പെടുത്താനും സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ നികുതി പണം ആരൊക്കെ ശമ്പളമായിട്ട് വാങ്ങുന്നുണ്ടോ അവരുടെ ഉത്തരവാദിത്തമാണ് റെഡ് അലർട്ട് നടപ്പാക്കുക എന്നുള്ളത്. ഇത് വെറുതെ ഇരുന്ന് റെഡ് അലർട്ട് എന്ന് പറയും. എന്താ ആർക്കറിയാം? റെഡ് അലർട്ട് എന്തോ വലിയ അലർട്ടാന്ന് മനസ്സിലാവും, അത്രയല്ലേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം. നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണമെന്ന് സംശയിച്ചു പോകും. സകല രംഗത്തും പരാജയം തന്നെ. ഖജനാവിൽ പൈസ ഉണ്ടോ? ജനിച്ചു വീഴുന്ന കുട്ടിക്ക് വരെ കടം, വീണ്ടും കടം മേടിക്കുന്നു, വീണ്ടും മേടിക്കുന്നു, കടത്തിൽ നിന്ന് കടത്തിൽ. ഇത്രയും റിസോഴ്സ് ഉണ്ടായിട്ട് കേരളം പോലെ ഒരു റിസോഴ്സ് ഫുൾ സ്റ്റേറ്റ് ഏതാ ഉള്ളത്? ഏത് പ്രവിശ്യ ലോകത്തിലുണ്ട്? യൂറോപ്പും അമേരിക്കയൊക്കെ പോയി നോക്കണം. അതായത് ഒരു വശത്ത് സഹ്യപർവ്വതത്തിൻ്റെ പച്ചപ്പ്, മറുവശത്ത് കടലും കടൽ സമ്പത്തും. കടൽ തന്നെ ഒരു വലിയ സമ്പത്താണ്, മത്സ്യസമ്പത്ത് പലതും. ഓക്സിജൻ പോലും കടൽപ്പായലുകളാണ് ഈ നാട്ടിലേക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പം അത്രമാത്രം റിസോഴ്സസ് ഉണ്ട്. കരിമണലുണ്ട്, പാറക്കല്ലുണ്ട്, ഡയമണ്ട്സ് ഉണ്ട്, സ്വർണ്ണമുണ്ട്, രത്നങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനുള്ള മാൻ പവർ ഉണ്ട്. എന്തിൻ്റെ കുറവാണ് കേരളത്തിലുള്ള? ഈ ദാരിദ്ര്യത്തിലേക്കും രോഗത്തിൽ നിന്ന് രോഗത്തിലേക്കും കൂപ്പുകുത്തി പോകാനായിട്ട് എന്ത് പാപമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുന്നു. വഴിയേ വന്നോളൂ സാർ. പക്ഷേ തീർച്ചയായിട്ടും പ്രേക്ഷകർക്കുള്ളൊരു ചോദ്യമായിരിക്കും, ഇത്ര വർഷമായിട്ട് ഇപ്പം കേരളവും തമിഴ്നാടും തമ്മിലുള്ളൊരു മീൻസ് ലീഗൽ ഫൈറ്റിൽ എന്തുകൊണ്ടായിരിക്കും ഇപ്പം നമുക്കൊരു ഡിസാസ്റ്റർ വന്ന് നമ്മൾ ഇത്ര ഒരു 5-6 ഡിസ്ട്രിക്ട്സ് പോയേക്കാം എന്നുള്ളൊരു ഫാക്ടർ പോലും ഉണ്ടായിട്ടും അനുകൂലമായിട്ട് ഇത് വരുന്നത് തമിഴ്നാട് സർക്കാരിനാണല്ലോ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മൾ ഈ ഒരു പ്രശ്നം കാണിക്കായികയില്ലല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളത്. അല്ല, ഇതൊന്നും സുപ്രീം കോടതിയുടെ രേഖകളില്ല. ഇവിടെ ഈ മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് IIT റൂർക്കി, IIT ഡൽഹി, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി, കേരള ഗവൺമെൻറ് തന്നെ നിയോഗിച്ച വിദഗ്ധ സമിതി, പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ അക്കാഡമിക് വിങ്, ഇങ്ങനെ ഒരുപാട് ഏജൻസികൾ ഇത് തകർച്ചയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും സുപ്രീം കോടതിയിൽ വന്നിട്ടില്ല. കേരള സർക്കാരല്ലേ അവിടെ കൊണ്ട് ഇതെല്ലാം ഹാജരാക്കേണ്ടത്. അവരുടെ കയ്യിലുണ്ട് ഈ റിപ്പോർട്ടെല്ലാം. അവർ ഇതൊന്നും സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. മാത്രമല്ല, ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാനായിട്ട് സുപ്രീം കോടതിയിൽ സംഭവിച്ച ഒരു കാര്യം പറയാം. സുപ്രീം കോടതിയിൽ തമിഴ്നാടിൻ്റെ അഡ്വക്കേറ്റ് കേസിൻ്റെ ട്രയലിൻ്റെ ഇടയ്ക്ക് ആർഗ്യുമെൻറ്റിൻ്റെ ഇടയ്ക്ക് അന്ന് മിസ്റ്റർ ബോബ്ഡെ ആയിരുന്നു, പിന്നീട് അദ്ദേഹം ജഡ്ജായി സുപ്രീം കോടതിയിൽ, തമിഴ്നാടിൻ്റെ വക്കീൽ. ആ വക്കീൽ കേരളത്തിൻ്റെ ഒരു രേഖ ഉയർത്തിപ്പിടിച്ച് സുപ്രീം കോടതിയിൽ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, മുല്ലപ്പെരിയാർ റിവർ ഈസ് നോട്ട് ആൻ ഇൻട്രാ സ്റ്റേറ്റ് റിവർ, ഇറ്റ് ഈസ് ഇൻ്റർ സ്റ്റേറ്റ് റിവർ എന്ന് പറഞ്ഞാൽ അന്തർ സംസ്ഥാന നദിയാണ്, അല്ലാതെ കേരളത്തിൻ്റെ മാത്രം നദിയല്ല എന്നാണ് പറഞ്ഞത്. അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായിട്ട് കേരളത്തിൻ്റെ ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കി വെച്ച ഒരു രേഖയും കൊണ്ടാണ് വന്നത്. ആ രേഖ പറയുന്നത് മുല്ലപ്പെരിയാർ റിവർ ഈസ് ആൻ ഇൻ്റർ സ്റ്റേറ്റ് റിവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ വക്കീൽ എന്ത് പറയണം? അമ്മ പറയും. കേരളത്തിൻ്റെ വക്കീൽ അങ്ങനെ ബോബ്ഡെ സുപ്രീം കോടതിയിൽ ഒരു തർക്കം ഉന്നയിക്കുമ്പോൾ കേരളത്തിൻ്റെ വക്കീൽ എന്ത് പറയണം? ഡാം നമ്മുടെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആൻഡ് ദ ഫുൾ അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലാണ്. ഇപ്പോൾ അവർക്ക് ഓപ്പറേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, അതർ ദാൻ ദാറ്റ് എല്ലാ അവകാശവും നമുക്കാണ് എന്നുള്ളൊരു രീതിക്കല്ലേ. ഇതിൻ്റെ ഉത്ഭവം തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും ഇതിൻ്റെ നദിയുടെ ഉത്ഭവം തമിഴ്നാട്ടിലൊന്നുമല്ല, ഉത്ഭവം കേരളത്തിൽ നിന്ന് തന്നെയാണ്. കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന നദി കേരളത്തിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റർ സ്റ്റേറ്റ് നദിയാണ് എന്നൊരു രേഖ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കേരളത്തിൻ്റെ വക്കീൽ പറയേണ്ടത്
ആ രേഖ തെറ്റാണെന്നാണ്. അപ്പോൾ പിന്നെ എങ്ങനെ തെളിയിക്കും? ഇന്ത്യ ഗവൺമെൻറ്റിന് സർവേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ ഡിജിറ്റൽ സർവേ ആണ്, 1 സെൻറ്റിമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയാൻ കഴിയും. അപ്പോൾ കേരളം അവിടെ പറയേണ്ടത്, കേരളത്തിൻ്റെ വക്കീൽ പറയേണ്ടത്, ഇത് ഞങ്ങളുടെ രേഖയാണ്, സമ്മതിക്കണം, കാരണം നമ്മുടെ രേഖയാണല്ലോ, അതിൽ തെറ്റുണ്ടോ എന്ന് പറയണം. അപ്പോൾ അത് കോടതി മുമ്പാകെ തെളിയിക്കാനായിട്ട് ഒരു അഡ്വക്കേറ്റ്സ് ഒരു കമ്മീഷനെ വെക്കുകയോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് പാനൽ വെക്കുകയോ, എന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിനോട് അളക്കാൻ പറയണം. ഈ നദി എവിടെ ഉത്ഭവിച്ച് എവിടെ കൂടെ ഒഴുകുന്നു എന്ന് മനസ്സിലാവും. ഇത് കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞില്ല. അപ്പോൾ കേരളം ആർക്ക് വേണ്ടിയാണ് കേസ് നടത്തുന്നത്? ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം സമർത്ഥമായി അത് കണ്ടുപിടിച്ച് തമിഴ്നാടിൻ്റെ അഡ്വക്കേറ്റ് കോടതിയിൽ ആർഗ്യൂ ചെയ്യുമ്പോൾ അത് കൗണ്ടർ ചെയ്യാൻ കഴിയും എന്നിരിക്കെ അത് ചെയ്യാതിരുന്നത് ആർക്ക് വേണ്ടിയാണ്? സർ, അതാണ് ചോദ്യം. ഐ മീൻ, നമ്മൾ പല പാർട്ടീസ് വന്നും കാര്യം ഒരാളെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. മീൻസ് പൊളിറ്റിക്കലി ഇത്ര വർഷമായി. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് സാറിന് പറയാനുള്ളത്? എന്തുകൊണ്ടാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ അർത്ഥമില്ല. അതെന്താണെന്ന് നിങ്ങൾ ഓരോ 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പിലോ ഇവരെ അധികാരത്തിലെത്തിക്കുന്ന ആളുകളല്ലേ. നിങ്ങളാണ് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് കേരള വിരുദ്ധരായി, ജനവിരുദ്ധരായി എന്ന് കേരളത്തിലെ ജനങ്ങളാണ് അന്വേഷിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് ഫ്ലോസ് ഉണ്ട്. ഈ കേസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എണ്ണി പറയാൻ ഒത്തിരിയുണ്ട്. എന്തുകൊണ്ട് കേരളം തമിഴ്നാടിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നു? അത് കേരളത്തിലെ ജനങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. നല്ല മഴ പെയ്യുന്ന സമയത്ത് എല്ലാവരുടെ ഉള്ളിൽ ഒരു പേടി വരും, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്നുള്ളത്. ഇന്നിപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നു, എല്ലാവരുടെയും അടുത്ത ചോദ്യമായി, അടുത്തത് നമ്മളെല്ലാവരും ആയിരിക്കുമോ ഇങ്ങനെ ഒരു ആപത്തിൽ പെടാൻ പോകുന്നതെന്നുള്ളത്. പക്ഷെ അല്ലാത്ത പക്ഷം മറന്നു പോകുന്നുണ്ട് ആൾക്കാർ. ആരും തന്നെ ഇത് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് നമ്മളെ പോലെയുള്ള യങ്സ്റ്റേഴ്സ് ആണ് സോഷ്യൽ മീഡിയയിലെല്ലാം ഇതിനെപ്പറ്റി സംസാരിച്ച് ഇത് കുറച്ചും കൂടി ഒന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. വേറെ ആരും തന്നെ സംസാരിക്കുന്നില്ല. പക്ഷെ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ആസ് എൻ പീപ്പിൾ എന്ത് ചെയ്യണം എന്നാണ് സാറ് പറയുന്നത്? മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കിടക്കുന്നത് ഒരു സമതല പ്രദേശത്താണെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഇത് കാട്ടിലെ കുന്നും മലകളുമാണ് ഇതിൻ്റെ അടിയിൽ. ടണൽ വെച്ചാൽ ഒരു കുഴിയിലെ വെള്ളം അങ്ങ് പോകും. അടുത്ത കുഴിയിലെ വെള്ളം പോകണമെങ്കിൽ അടുത്ത ടണൽ വെക്കണം. അങ്ങനെ എത്ര ടണൽ വെക്കും? മാത്രമല്ല 112 അടിയിൽ താഴെ ചെളിയാണ്. അപ്പോൾ ഒരു 50 അടി താഴെ ടണൽ വെക്കണമെങ്കിൽ ചെളി മാറ്റണം. ചെളി എവിടെ കൊണ്ടുപോയിടും? ഫോറസ്റ്റിൽ ഇടാൻ ഫോറസ്റ്റ് ലോ സമ്മതിക്കില്ല. തേനിയിൽ കൊണ്ടുപോയി ഇടാന്ന് വെച്ചാൽ തമിഴന്മാർ ഒരു തുള്ളി പോലും അങ്ങോട്ട് കയറ്റത്തില്ല. ആസിഡാണത്. ഇത് ഞങ്ങൾ ആലുവക്കാർ ഈ ചെളി വന്നപ്പോൾ റബ്ബർ മരങ്ങളും തെങ്ങും കവുങ്ങൊക്കെ ഉണങ്ങിപ്പോയത് കണ്ടിട്ടുള്ളതാണ്. ആസിഡാണ്. പാടശേഖരങ്ങളിൽ ഇപ്പോഴും കൃഷി നടത്താൻ പറ്റത്തില്ല, ഒന്നും വിളയില്ല, പുല്ല് പോലും ഉണങ്ങിപ്പോയി. അപ്പോൾ ചെളി മാറ്റുക എന്നുള്ളത് അപ്രായോഗികം, എങ്ങും മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ടണൽ സിദ്ധാന്തം വന്നത് മുല്ലപ്പെരിയാർ സമരം കൊടുമ്പിരിക്കൊണ്ട കാലത്ത് അതിനൊരു സമവായം ഉണ്ടാവും, കേരളവും തമിഴ്നാടും ചർച്ച ചെയ്ത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പരിഹരിക്കപ്പെടും എന്ന് നിലവന്നപ്പോഴാണ് ഈ ടണൽ സിദ്ധാന്തം വന്നത്. ആ ടണൽ സിദ്ധാന്തത്തോടു കൂടി ആ സമരം പൊളിഞ്ഞു, സമരം അട്ടിമറിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ടണൽ വന്നാൽ കരാർ അതോടി നിൽക്കും, പുതിയ കരാർ വരത്തില്ല. അപ്പോൾ പുതിയ കരാർ വരുന്നതാണ് തമിഴ്നാടിൻ്റെ പേടി. കാരണം അവർ തന്നെ പറയുന്നത് 50,000 കോടി രൂപ പ്രതിവർഷം കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നു, 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു എന്നൊക്കെ അവർ തന്നെയാണ് പറയണത്. അപ്പോൾ 50,000 കോടിയിൽ ഒരു 10,000 കോടി ഇങ്ങോട്ട് കൊടുക്കേണ്ടി വന്നാൽ ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. 10 ലക്ഷമാണ് നിശ്ചയിച്ച തുക. അതുപോലും അത് മേടിച്ച് വെക്കുന്നതും കണക്ക് തന്നെ. അതുകൊണ്ട് ഇപ്പോൾ കേരള സർക്കാർ അത് വാങ്ങി വെക്കുന്നില്ല. അപ്പോൾ ഫലത്തിൽ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ ടണൽ വന്നു കഴിഞ്ഞാൽ പുതിയ കരാർ വരത്തില്ല, പഴയ കരാർ തന്നെ തുടരാം. അപ്പോൾ അതൊരു അജണ്ടയാണ്. പിന്നെ ടണൽ വേണോ? ഒരു മോട്ടോർ വെച്ച് അടിച്ചു കൊടുത്താൽ പോരെ? ഇപ്പോഴാണെങ്കിൽ 1000 ഹോഴ്സ് പവർ
2000 ഹോഴ്സ് പവറിൻ്റെ മോട്ടറൊക്കെ തമിഴ്നാട്ടിൽ കിട്ടും, അത് ഐ മീൻ ചൈനയിൽ കിട്ടും. അത് വാങ്ങിച്ചങ്ങോട്ട് അടിച്ചു കൊടുത്താൽ പോരെ. അപ്പോൾ ഇത്തരം ടണൽ എന്ന വിഡ്ഢിത്തമൊക്കെ പറയാനായിട്ട് ഈ ശ്രീധരനെ പോലെയുള്ള ആളുകൾ ഉണ്ടായി എന്നുള്ളതാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം എന്ന് വെച്ചാൽ ചെളി കൊണ്ടുപോയി ഈ ശ്രീധരൻ്റെ വീടിൻ്റെ മുറ്റത്തിടുമോ? എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? ചെളി എങ്ങോട്ട് കൊണ്ടുപോകുന്ന അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. ഈ ടണലിൻ്റെ അപ്രായോഗികത പറയണ്ട, മനസ്സിലായോ? ടണലിൻ്റെ അപ്രായോഗികത പറയണ്ട. ഇത് എന്ത് ചെളിയുടെ കാര്യം മാത്രം പറയാം, അതിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകുന്നില്ല. ഇത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടെന്നാണ് ഒരാൾ പറഞ്ഞു വരുന്നത്. സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഓബിറ്റർ ഡിക്റ്റയാണ്, ഡിക്റ്റമല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്കില്ല. അപ്പോൾ ടണലിൻ്റെ സിദ്ധാന്തം അവിടെ പൊളിയാണ്. ഞാൻ പറയുന്നത് അതിലും നല്ലത് മോട്ടോർ വെച്ച് അടിച്ചു കൊടുക്കുക, ഒരു വിഷയമില്ല, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു വിഷയത്തെ തകർക്കാൻ കേരളത്തിൽ തന്നെ ആളുകളുണ്ട്. ഇപ്പം തന്നെ പുതിയ ചർച്ച ആരംഭിച്ചേക്കാണ് സുപ്രീം കോടതിയിൽ. കരാറ് നിലനിൽക്കുമോ? എവിടെ ഡാം പൊട്ടിത്തകർന്ന് താഴെ വീഴാൻ നിൽക്കുന്ന സമയത്ത് ചർച്ച തുടങ്ങിയിട്ടുള്ളൂ. അതിന് എത്ര നാൾ ചർച്ച ചെയ്യണം കരാറ് നിലനിൽക്കോ ഇല്ലേ എന്നൊക്കെ പറയാനായിട്ട്? 1941 സർ സി പി രാമസ്വാമി അയ്യർ ഒരു കേസ് നടത്തി ഈ കരാറ് റദ്ദ് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം 1947 മഹാരാജാവ് റോയൽ പ്രൊക്ലമേഷൻ മുഖാന്തരം ഈ കരാറ് റദ്ദ് ചെയ്തിട്ടുള്ളതാണ്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരവും കരാറില്ല. 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരവും ഈ കരാറില്ല. ആ ഇല്ലാത്ത കരാറിനാണ് 1970 മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ പ്രാബല്യം കൊടുത്ത് വീണ്ടും ഒരു 999 വർഷത്തേക്ക് അത് അക്നോളജ് ചെയ്തത്. ആരാ ചെയ്ത്? കേരളത്തിലെ ഭരണകൂടം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്കെതിരെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമാണ്. എന്നിട്ട് എന്താണ് അച്യുതമേനോൻ ചെയ്തത്? കരാറ് പുതുക്കി കൊടുത്തിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള അധികാരം കൊടുത്തു. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വന്നപ്പോഴാണ് സർ സി പി അതിനെതിരെ നിന്ന് സർ സി പിക്ക് അനുകൂലമായ ഉത്തരവ് കരാറ് റദ്ദാക്കിക്കൊണ്ട് നേടിയെടുത്തത്. ആ സർ സി പിയുടെ ആത്മാർത്ഥത പോലും, തമിഴനായ തഞ്ചാവൂർക്കാരനായ സർ സി പിയുടെ ആത്മാർത്ഥത പോലും ഇവിടെ ഭരിച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോൻ ഉണ്ടായില്ല. 1970 CPI എന്ന് പറയുന്ന പാർട്ടിക്ക് എന്തെങ്കിലും സാമ്പത്തിക സ്രോതസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷിക്കണം. എങ്ങനെയാണ് കല്യാണസുന്ദരം മധുരയിൽ നിന്ന് CPIയുടെ MP ആയി പാർലമെൻറ്റിൽ എത്തിയതെന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. CPI തന്നെ അന്വേഷിക്കണം. CPI എന്ന പാർട്ടി കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളൊരു പാർട്ടിയാണെങ്കിൽ അവർ തന്നെ പാർട്ടി തലത്തിൽ അന്വേഷിക്കണം ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു. കേരളത്തിലെ ജനങ്ങളോട് ഏറ്റവും വലിയ ചതി ചെയ്യാൻ അവരുടെ നേതാവായ സി അച്യുതമേനോന് എങ്ങനെ സാധിച്ചു എന്നുള്ളത് CPI തന്നെ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം. പാർട്ടി വേദികളിൽ സഖാക്കൾ സാധാരണക്കാർ ഒത്തിരി ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്, അവർ ഉന്നയിക്കണം ഈ വിഷയം. വെളിച്ചത്ത് വരണം. എല്ലാ അധർമ്മങ്ങളും എത്ര നാൾ മൂടി വയ്ക്കാൻ പറ്റും? എത്ര തിന്മകൾ എത്ര നാൾ മൂടി വയ്ക്കാൻ പറ്റും? എല്ലാം വെളിച്ചത്ത് വരും. സ്വയം വെളിച്ചത്ത് വരുന്നത് കാത്തിരിക്കേണ്ട കാര്യമില്ല. CPI എന്ന് പറയുന്ന പാർട്ടി ഒരു പുനർവിചിന്തനത്തിൽ തയ്യാറാവണം. അതിനൊരു നാണക്കേടോ കുറ്റബോധമോ തോന്നിയിട്ട് കാര്യമില്ല. അപ്പോൾ നല്ലൊരു പാർട്ടിയാണ് CPI എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും ഒരു പുനർവിചിന്തനത്തിൽ തയ്യാറായാൽ.